ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് അനീമിയയെക്കുറിച്ചുള്ള രണ്ടാം ഭാഗത്തിലോട്ട് കടക്കാം. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ എൻഡ് അപ്പ് ചെയ്തത് പോർഫൈറിയാസിൽ ആണ്. പോർഫൈറിയാസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടി പറയാം. ദീസ് ആർ എ ഗ്രൂപ്പ് ഓഫ് ഇൻഹെറിറ്റഡ് ഡിസോർഡേഴ്സ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ബ്ലോക്ക് ഇൻ ദ പ്രോട്ടോപോർഫൈറിൻ പാത്വേ ഓഫ് ഹീം സിന്തസിസ്. അതായത് ഹീം സിന്തസിസിൻ്റെ പാത്വേ ആണ്. ഹീം സിന്തസൈസ് ചെയ്യുന്ന പാത്വേക്ക് പറയുന്ന പേരാണ് പ്രോട്ടോപോർഫൈറിൻ പാത്വേ. ഈ പാത്വേക്ക് നമ്മളുടെ ജനറ്റിക്കലായിട്ടുള്ള, അതായത് ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് മൂലം ഈ പാത്വേയിൽ ബ്ലോക്ക് ഉണ്ടാവും. അതിനെയാണ് പറയുന്നത്, ഈ അങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സിനെയാണ് പറയുന്നത് പോർഫൈറിയാസ്. ഇനി ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാവുന്ന സമയത്ത് ഈ ഹീം പ്രീകഴ്സേഴ്സ് വന്നിട്ട് ടിഷ്യൂസിൽ അക്യൂമുലേറ്റ് ചെയ്യും. ഈ അക്യൂമുലേറ്റ് ചെയ്യുന്ന ഹീം പ്രീകഴ്സേഴ്സ് ലാർജ് എമൗണ്ടിൽ യൂറിനിൽ കൂടെയും ഫീസസിൽ കൂടെയും എക്സ്ക്രീറ്റ് ചെയ്യും. മനസ്സിലായോ? പ്രോട്ടോപോർഫൈറിൻ പാത്വേക്ക് ഉണ്ടാകുന്ന ബ്ലോക്ക് മൂലം ഹീം പ്രീകഴ്സേഴ്സ് യൂറിനിലൂടെയും ഫീസസിലൂടെയും ലാർജ് എമൗണ്ടിൽ എക്സ്ക്രീറ്റ് ചെയ്യുന്ന കണ്ടീഷൻ. ഇനി ഇതിൻ്റെ ക്ലിനിക്കൽ സിംറ്റംസ് വരുന്നത് ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റിന് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അതായത് നമ്മുടെ സ്കിന്ന്, ഐസ് ഇതെല്ലാം ലൈറ്റിന് സെൻസിറ്റീവായിട്ട് നമുക്ക് റാഷസ്, റെഡ്നെസ്, അതുപോലെ തന്നെ ഇച്ചിങ്, ബേൺസ് ഇതെല്ലാം ഉണ്ടാവും. ഇനി വരുന്നത് നെക്സ്റ്റ് അബ്ഡോമിനൽ പെയിൻ വരും. CNS ഡിസോർഡേഴ്സ്, നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഡിസോർഡേഴ്സിൽ, അതായത് ബ്രെയിൻ, സ്പൈനൽ കോഡ്, ഇതിനെല്ലാം അസുഖങ്ങൾ വരും. ഇതിൻ്റെ ഹെമറ്റോളജിക്കൽ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാം മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ഇനി ഈ അനീമിയ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ ഡിഫക്റ്റീവ് DNA സിന്തസിസ്, അതായത് DNA സിന്തസിസിൽ ഉണ്ടാവുന്ന ഡിഫക്റ്റ് മൂലമാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നത്. ഇനി DNA സിന്തസിസിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറ്റ് കോസസ് അബ്നോർമൽ ന്യൂക്ലിയർ മെച്ചുറേഷൻ. DNA സിന്തസിസിൻ്റെ ഡിഫക്റ്റ് മൂലം അബ്നോർമലായിട്ടുള്ള ന്യൂക്ലിയർ മെച്ചുറേഷൻ ഉണ്ടാകും. ബട്ട് RNA സിന്തസിസ് നോർമലായിരിക്കും. RNA സിന്തസിസ് നോർമൽ ആയതുകൊണ്ട് തന്നെ സൈറ്റോപ്ലാസത്തിന് ഇതൊരിക്കലും അഫക്റ്റ് ചെയ്യത്തില്ല. പക്ഷേ ന്യൂക്ലിയസ് മെച്ചേഴ്സ് സ്ലോവർ ദാൻ ദ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിനേക്കാളും പതുക്കെ ആയിരിക്കും ന്യൂക്ലിയർ മെച്ചുറേഷൻ നടക്കുന്നത്. ഈ കണ്ടീഷനാണ് പറയുന്നത് അസിൻക്രോണിസം. ഇനി മെഗാലോബ്ലാസ്റ്റിക് മെച്ചുറേഷൻ നമുക്ക് ഈ സ്റ്റേജിൽ കാണാൻ പറ്റും. ഇനി caused by either a vitamin B12 or folic acid deficiency. വൈറ്റമിൻ B12 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൊബാലമിൻ. ഒന്നുകിൽ അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവും, അല്ലെങ്കിൽ ഫോളിക് ആസിഡ്, വൈറ്റമിൻ B9. ഇത് രണ്ടിലേതെങ്കിലും വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് നമുക്ക് ഈ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ലബോറട്ടറി ഫൈൻഡിങ്സ് നോക്കിക്കഴിഞ്ഞാൽ പാൻസൈറ്റോപീനിയ എന്ന് പറഞ്ഞാൽ RBC, WBC, പ്ലേറ്റ്ലെറ്റ്, ഇത് മൂന്നിൻ്റെയും കൗണ്ട് കുറയുന്ന കണ്ടീഷൻ. നെക്സ്റ്റ് നമ്മുടെ പെരിഫറൽ സ്മിയർ നോക്കിക്കഴിഞ്ഞാൽ മാക്രോസൈറ്റിക് നോർമോക്രോമിക് അനീമിയ. മാക്രോസൈറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് RBCസിന് മാക്രോസൈറ്റിക് ഉണ്ട്, മൈക്രോസൈറ്റിക് ഉണ്ട്. മാക്രോസൈറ്റിക് എന്ന് പറഞ്ഞാൽ RBCസിൻ്റെ ഡയമീറ്റർ ഗ്രേറ്റർ ദാൻ 8 മില്ലിമീറ്റർ ആയിരിക്കും അതിൻ്റെ സൈസ്. ഇനി മാക്രോസൈറ്റിക് സെൽസ് കാണുന്ന ഒരേ ഒരു അനീമിയാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയുള്ള മാക്രോസൈറ്റ്സ് ആയിരിക്കും? ഓവൽ മാക്രോസൈറ്റ്സ് ആൻഡ് ടിയർ ഡ്രോപ്സ്. പിന്നെ കാണുന്നത് ഹൈപ്പർ സെഗ്മെൻറ്റഡ് ന്യൂട്രോഫിൽസ് കാണും. ഇൻക്ലൂഷൻ ബോഡീസ് ആയിട്ട് വരുന്നത് ഹവൽ ജോളി ബോഡീസ് കാണും. ന്യൂക്ലിയേറ്റഡ് RBC, അതായത് NRBCs കാണും. ബേസോഫിലിക് സ്റ്റിപ്ലിംഗ് കാണും. പാപ്പൻഹൈമർ ബോഡീസ് കാണും ആൻഡ് കാബോട്രിങ്സ്. ഇനി ബയോകെമിസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കൂടും? LDH കൂടും, ബിലിറുബിൻ കൂടും, അയൺ ലെവൽസ് കൂടും. ഇത് എന്തുകൊണ്ടാണ് ഇത് കൂടുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഡ്യൂ ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഫ്രജൈൽ മെഗാലോബ്ലാസ്റ്റിക് സെൽസ് ഇൻ ദ ബ്ലഡ് ആൻഡ് ബോൺ മാരോ. ബ്ലഡിലും ബോൺ മാരോയുള്ള മെഗാലോബ്ലാസ്റ്റിക് സെൽസിൻ്റെ ഡിസ്ട്രക്ഷൻ മൂലമാണ് നമ്മുടെ ബ്ലഡിൽ LDHും ബിലിറുബിനും അയണും കൂടുന്നത്. നമ്മൾ പറഞ്ഞു മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത് വൈറ്റമിൻ B12ൻ്റെ അല്ലെങ്കിൽ ഫോളിക് ആസിഡ് വൈറ്റമിൻ B9ൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഇനി നമുക്കിതിൻ്റെ ഓരോരോ കണ്ടീഷൻസും പഠിക്കാം. അതായത് വൈറ്റമിൻ B12ൻ്റെ കുറവ് കൊണ്ട്, അതായത് കൊബാലമീൻ്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്ന മെഗാലോബ്ലാസ്റ്റിക് അനീമിയയെക്കുറിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ
Intrinsic factor is secreted by parietal cells and is needed to bind vitamin B12 for absorption into the intestine. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളുടെ ഇൻറ്റസ്റ്റൈനിലുള്ള parietal cells എന്താ? ദേ ആർ ദ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഇൻ ദ സ്റ്റൊമക് ലൈൻ. അതായത് നമ്മുടെ ഫണ്ടസ് ആൻഡ് ബോഡി. ഫണ്ടസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എബോവ് ദ അപ്പർ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക്. അതിലും നമ്മുടെ ബോഡിയിലും കാണുന്ന parietal സെൽസിന് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള വൈറ്റമിൻ B12 ഇൻറ്റസ്റ്റൈനിൽ അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ആ കണ്ടീഷന് പറയുന്ന പേരാണ് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയുന്നത്. അതിനൊരു പേരുണ്ട്, പെർനീഷ്യസ് അനീമിയ. പെർനീഷ്യസ് അനീമിയ എന്ന് പറഞ്ഞാൽ ഓർത്തോണം, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന അനീമിയാണ്. ഇനി ഇതാരെല്ലാം കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾഡർ അഡൾട്ട്സിലായിരിക്കും കൂടുതലും കാണുന്നത്. എങ്ങനെ ക്യാരക്ടറൈസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ അക്ലോഹൈഡ്രിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്റ്റൊമക്കിൽ HCl പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ HCl പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാതെയും ഇരിക്കാം. ഏത് കണ്ടീഷനിലാണ്? പെർനീഷ്യസ് അനിമയിൽ. ആൻഡ് അട്രോഫി ഓഫ് ഗ്യാസ്ട്രിക് parietal സെൽസ്. ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദ ലോസ് ഓർ ഷ്രിങ്കേജ് ഓഫ് parietal സെൽസ് ഇൻ ദ സ്റ്റൊമക് ലൈനിങ്. അതായത് നമ്മൾ പറഞ്ഞു സ്റ്റൊമക് ലൈനിൽ കാണുന്ന parietal സെൽസ് ഉണ്ട്. ഈ parietal സെൽസിൻ്റെ ലോസ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ parietal സെൽസ് ചുരുങ്ങിപ്പോവും. ആ കണ്ടീഷനെ പറയുന്ന പേരാണ് അട്രോഫി ഓഫ് ഗ്യാസ്ട്രിക് parietal സെൽസ്. കോസസായിട്ട് നമുക്ക് പറയാവുന്നത് മാലബ്സോർപ്ഷൻ എന്താ? നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള ന്യൂട്രിയൻസിനെ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത വരുന്ന ഡിഫക്റ്റ്, അതാണ് മാലബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടേപ്പ് വർം ഇൻഫെക്ഷൻ, അതായത് ഡൈഫിലോബോത്രിയം ലാട്ടം എന്ന് പറയുന്ന ടേപ്പ് വർം ഇൻഫെക്ഷൻ കൊണ്ട് നമുക്ക് അനീമിയ വരാം. ടോട്ടൽ ഗ്യാസ്ട്രക്ടമി, ഇൻറ്റസ്റ്റൈനൽ ബ്ലൈൻഡ് ലൂപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് അത് ചെന്നിട്ട് സം പോയിൻറ്റ്സ് ഓഫ് ഇൻറ്റസ്റ്റൈൻ, നമ്മുടെ ഇൻറ്റസ്റ്റൈനിലെ ചില പോയിൻറ്റ്സിൽ വന്നിട്ട് ബ്ലോക്ക് ആവും. ആ ബ്ലോക്ക് ആവുന്ന ഫുഡ് അവിടെ ബ്ലോക്ക് ആയത് മൂലം അവിടെ ബാക്ടീരിയാസ് അക്യൂമുലേറ്റ് ചെയ്യും. ഈ അക്യൂമുലേറ്റ് ചെയ്യുന്ന ബാക്ടീരിയ നമുക്ക് എന്തുണ്ടാക്കും? മാലബ്സോർപ്ഷൻ ഉണ്ടാക്കും. ഈ മാലബ്സോർപ്ഷൻ ഉണ്ടാകുമ്പോൾ ഒബ്വിയസ്ലി എന്തുണ്ടാവും? വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി നമുക്ക് ഉണ്ടാവും. ആൻഡ് ടോട്ടൽ വെജിറ്റേറിയൻ ഡയറ്റ്, ഒരു ടോട്ടൽ പ്യുവർ വെജിറ്റേറിയൻ ഡയറ്റ് എടുക്കുന്ന ആൾക്കാരിലും വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാണാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ കണ്ടീഷൻസ് പറഞ്ഞത്? മാലബ്സോർപ്ഷൻ ഉണ്ടാവും, ടേപ്പ് വർം ഇൻഫെക്ഷൻ, ഡൈഫിലോബാത്രിയം ലാട്ടത്തിൻ്റെ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാവും, ടോട്ടൽ ഗ്യാസ്ട്രക്ടമി, ഇൻറ്റസ്റ്റൈനൽ ബ്ലൈൻഡ് ലൂപ്സ് ആൻഡ് ടോട്ടൽ വെജിറ്റേറിയൻ ഡയറ്റ്. ഇനി വൈറ്റമിൻ B12 നോർമൽ വാല്യൂ എത്രയാ? 200 to 900 picogram/ml. ഡെഫിഷ്യൻസി എന്ന് പറയണമെങ്കിൽ ലെസ് ദാൻ 200 picogram ആയിരിക്കണം വൈറ്റമിൻ B12 അളവ്. ഇനി ക്ലിനിക്കൽ സിംറ്റംസ് പറഞ്ഞാൽ ജോണ്ടിസ് ഉണ്ടാവാം, വീക്ക്നെസ് ഉണ്ടാവും, സോർ ടങ് അതായത് ഗ്ലോസൈറ്റിസ് ഉണ്ടാവും, ആൻഡ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസോർഡർ, നംനെസ് ആൻഡ് അതർ CNS സെൻട്രൽ നെർവസ് സിസ്റ്റം പ്രോബ്ലംസ്. ഇനി വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഏതാണ്ട് 3 to 6 years എടുക്കും ഡെവലപ്പ് ചെയ്യാൻ, ബിക്കോസ് ഓഫ് ദ ഹൈ ബോഡി സ്റ്റോഴ്സ്. നമുക്ക് പഠിക്കാൻ പോകുന്നത് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി, അതായത് വൈറ്റമിൻ B9 ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയുടെ അതേ ബ്ലഡ് പിക്ചേഴ്സും ക്ലിനിക്കൽ സിംറ്റംസും എല്ലാം സിമിലർ ആയിരിക്കും. ഇവിടെ ഒരേ ഒരു ഡിഫറൻസ് ഉള്ളത് നോ CNS ഇൻവോൾവ്മെൻറ്റ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. ഇനി ഇത് അസോസിയേറ്റ് ചെയ്ത് വരുന്ന പുവർ ഡയറ്റ് ആയിരിക്കും, പ്രഗ്നൻസി ആയിരിക്കും, അല്ലെങ്കിൽ കീമോതെറാപ്യൂട്ടിക് ആൻറ്റി ഫോളിക് ആസിഡ് ഡ്രഗ്സ് എടുക്കുന്നവരിലേക്ക്, അതായത് മെത്തോട്രെക്സേറ്റ് എന്ന് പറയുന്ന ഡ്രഗ്സ് എടുക്കുന്നവരിൽ കാണാം. പിന്നെ ഫോളിക് ആസിഡിൻ്റെ ബോഡി സ്റ്റോർ എപ്പോഴും കുറവായിരിക്കും. ആസിഡിൻ്റെ നോർമൽ വാല്യൂ അഡൽട്സിൽ വരുന്നത് 3 to 16 നാനോഗ്രാം/മൈക്രോലിറ്റർ. ഇതാണ് നോർമലി ഉള്ള ഫോളിക് ആസിഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇത് ഡിപ്പെൻഡിങ് ഓൺ ദ ലാബ് യൂണിറ്റ്സ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരാം. നോൺ മെഗാലോബ്ലാസ്റ്റിക് മാക്രോസൈറ്റിക് അനീമിയ, ഇത് വരുന്നത് ഇൻക്ലൂഡ് ആൽക്കഹോളിസം, ലിവർ ഡിസീസ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരുമ്പോഴത്തേക്ക് ആക്സിലറേറ്റഡ് എറിത്രോപോയിസിസ്, അതായത് പുതിയ RBCs കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ എറിത്രോസൈറ്റ്സ് റൗണ്ട് ഷേപ്പ് ആയിരിക്കും. നമ്മൾ മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിൽ പഠിച്ചു ഓവൽ മാക്രോസൈറ്റ്സ് ആയിരിക്കും എന്ന് പറയുന്നത്. പക്ഷേ നോൺ മെഗാലോബ്ലാസ്റ്റിക് മാക്രോസൈറ്റിക് അനീമിയയിൽ മാക്രോസൈറ്റ്സിൻ്റെ ഷേപ്പ് എപ്പോഴും റൗണ്ട് ആയിരിക്കും. നമുക്ക് പഠിക്കാം എപ്ലാസ്റ്റിക് അനീമിയ.
എപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ ബോൺ മാരോ ഫെയിലിയർ കോസസ് പാൻസൈറ്റോപീനിയ. ഇവിടെ ബോൺ മാരോയുടെ ഫെയിലിയർ കൊണ്ട് നമുക്ക് പാൻസൈറ്റോപീനിയ ഉണ്ടാകും. പാൻസൈറ്റോപീനിയ നമ്മൾ നേരത്തെ പഠിച്ചു, RBC, WBC, പ്ലേറ്റ്ലെറ്റ്, ഇത് മൂന്നും കുറയുന്ന കണ്ടീഷൻ. ആ എപ്ലാസ്റ്റിക് അനീമിയയിലെ ലബോറട്ടറി ഫൈൻഡിങ്സ് വരുന്നത് ഡിക്രീസ് ഇൻ ഹീമോഗ്ലോബിൻ, ഹെമറ്റോക്രിറ്റ് ആൻഡ് റെട്ടിക്കുലോസൈറ്റ്സ്. ഹീമോഗ്ലോബിൻ കുറയും, ഹെമറ്റോക്രിറ്റ് കുറയും, റെട്ടിക്കുലോസൈറ്റ്സിൻ്റെ കൗണ്ടും കുറയും. ഇനി ബ്ലഡ് പിക്ചർ വരുന്നത് നോർമോസൈറ്റിക് നോർമോക്രോമിക് അനീമിയ ആയിരിക്കും. ഈ കേസിൽ ഈ എപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്ന കേസ് നോ റെസ്പോൺസ് ടു എറിത്രോപോയിറ്റിനായിരിക്കും. അതായത് ബോൺ മാരോയിൽ ആവശ്യത്തിന് എറിത്രോപോയിറ്റിൻ ഉണ്ടായാൽ പോലും ബോൺ മാരോയ്ക്ക് സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാതെ വരുന്ന അവസ്ഥ. ആ കണ്ടീഷനാണ് പറയുന്നത് എപ്ലാസ്റ്റിക് അനീമിയ. മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത് ഏജ് ഓഫ് 50 ആൻഡ് എബോവ് ഉള്ള ആൾക്കാരിലാണ് കാണുന്നത്. ചിലപ്പം ഇത് കുട്ടികളിലും കാണാറുണ്ട്. ഇനി പേഷ്യൻസ് ഹാവ് എ പുവർ ഡയഗ്നോസിസ് വിത്ത് കോംപ്ലിക്കേഷൻസ്. എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആയിരിക്കും? ഇൻക്ലൂഡ് ബ്ലീഡിംഗ്, ഇൻഫെക്ഷൻ ആൻഡ് അയൺ ഓവർലോഡ് ഡ്യൂ ടു ഫ്രീക്വൻറ്റ് ട്രാൻസ്ഫ്യൂഷൻ നീഡ്സ്. ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നത് മൂലം അയൺ ഓവർലോഡ് ഉണ്ടാവും, ബ്ലീഡിംഗ് ഉണ്ടാവും, ഇൻഫെക്ഷൻസ് ഉണ്ടാവും. ട്രീറ്റ്മെൻറ്റ് വരുന്നത് ബോൺ മാരോയ്ക്കുള്ള ഡിഫക്റ്റ് ആയതുകൊണ്ട് തന്നെ ബോൺ മാരോ അല്ലെങ്കിൽ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ആൻഡ് ഇമ്മ്യൂണോ സപ്രഷൻ, ഇതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഇനി ഇതെന്തുകൊണ്ടുണ്ടാവാം ചോദിച്ചാൽ 3 കാരണങ്ങളുണ്ട്. ജനറ്റിക് ഉണ്ടാവാം, അതായത് ബൈ ബർത്ത് ഉണ്ടാവാം, അക്വയർഡ് ആഫ്റ്റർ ബർത്ത് ഉണ്ടാവാം, ഓർ ഇഡിയോപ്പതിക്ക് അൺനോൺ ആയിട്ടുള്ള റീസൺസ് കൊണ്ട് നമുക്ക് എപ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകും. എപ്ലാസ്റ്റിക് അനീമിയ ഫാൻകോണി അനീമിയ എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. ഇതുണ്ടാവുന്നത് ഓട്ടോസോമൽ റെസസീവ് ട്രെയ്റ്റ് മൂലം. ഓട്ടോസോമൽ റെസസീവ് ട്രെയ്റ്റ് എന്താ? 2 തെറ്റായ ജീനുകൾ, അതായത് റോങ് ആയിട്ടുള്ള 2 ജീൻസ്, അച്ഛൻ്റെയിൽ നിന്നും അമ്മയിൽ നിന്നുമുള്ള റോങ് ആയിട്ടുള്ള 2 ജീൻസ് കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങളാണ് ഓട്ടോസോമൽ റെസസീവ് ട്രെയ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഡോർഫിസം, റീനൽ ഡിസീസ്, മെൻ്റൽ റിട്ടാർഡേഷൻ, ഇതെല്ലാം ഉണ്ടാവും. ഇനി സ്ട്രോങ് അസോസിയേഷൻ വിത്ത് മാലിഗ്നൻസി ഡെവലപ്മെൻറ്റ്, മാലിഗ്നൻസി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാം. എസ്പെഷ്യലി അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ, ALL. അക്വയർഡ് എപ്ലാസ്റ്റിക് അനീമിയ, രണ്ടാമത് നമ്മൾ പഠിച്ചു അക്വയർഡ് എപ്ലാസ്റ്റിക് അനീമിയ. ഇത് കൂടുതലായിട്ടും ഡ്രഗ്സ് ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന അനീമിയ ആയിരിക്കും. അതായത് ആൻറ്റിബയോട്ടിക്സ് പറഞ്ഞാൽ ക്ലോറാംഫെനിക്കോൾ ആൻഡ് സൾഫോണമൈഡ്സ്. കെമിക്കൽസിൽ വരുന്ന ഏതൊക്കെയാണ്? ബെൻസീൻ ആൻഡ് ഹെർബിസൈഡ്സ്. അറൗണ്ട് 30%, 30% ഓഫ് ദ പ്ലാസ്റ്റിക് അനീമിയ അക്വയർഡ് ആയിട്ടുള്ളതും ഡ്രഗ് എക്സ്പോഷർ കൊണ്ട് ഉണ്ടാവുന്നതായിരിക്കും. ഇനി ഏതൊക്കെ വൈറസസ് ആണെന്ന് ചോദിച്ചാൽ B19 പാർവോ വൈറസ് ഉണ്ട്, മീസിൽസ് വൈറസ് ഉണ്ട്, സൈറ്റോമെഗാലോ വൈറസ് CMV ആൻഡ് EBV എപ്സ്റ്റീൻ ബാർ വൈറസ്. ഇത്രയും വൈറസ് കൊണ്ടുണ്ടാവാം. ഇനി റേഡിയേഷൻ അല്ലെങ്കിൽ കീമോതെറാപ്പി എടുക്കുന്നവരിലുണ്ടാവാം. മൈലോ ഡിസ്പ്ലാസ്റ്റിക് സിൻഡ്രോംസ് ഉണ്ടാവും, അതായത് ബോൺ മാരോ ഡിസോർഡേഴ്സ് ഉണ്ടാവാം. ലുക്കീമിയ, സോളിഡ് ആയിട്ടുള്ള ട്യൂമേഴ്സ് ഉണ്ടാവാം. പാരോക്സിമൽ നൊക്ടോണൽ ഹീമോഗ്ലോബിനൂറിയ, അത് നമ്മൾ ഇനി പഠിക്കും, PNH. ഇവയാണ് അക്വയർഡ് എപ്ലാസ്റ്റിക് അനീമിയ. ഇനി നമുക്ക് മൂന്നാമതായിട്ട് പഠിക്കാനുള്ളത് ഇഡിയോപ്പതിക്. അതാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന റീസൺ. ഇഡിയോപ്പതിക്, അതായത് അൺനോൺ ആയിരിക്കും. 50 to 70% ഓഫ് എപ്ലാസ്റ്റിക് അനീമിയ ഹാവ് നോട്ട് നോൺ കോസസ്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാത്ത അനീമിയ ആയിരിക്കും കൂടുതലായിട്ടും ഈ എപ്ലാസ്റ്റിക് അനീമിയയിൽ വരുന്നത്. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 50 to 70% ആയിരിക്കും. നമുക്ക് പഠിക്കാം ഡയമണ്ട് ബ്ലാക്ക് ഫാൻ അനീമിയ. ഡയമണ്ട് ബ്ലാക്ക് ഫാൻ അനീമിയ DBA എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ റെയർ കൺജനൈറ്റൽ ബോൺ മാരോ ഫെയിലിയർ സിൻഡ്രോം. കൺജനൈറ്റൽ ആയിട്ടുള്ള റെയർ ആയിട്ടുള്ള ഒരു ബോൺ മാരോ ഫെയിലിയർ സിൻഡ്രോം ആണ്. എന്തായിരിക്കും? RBC പ്രൊഡക്ഷൻ ആയിരിക്കും ഇത് പ്രൈമർലി അഫക്റ്റ് ചെയ്യുന്നത്. യൂഷ്വലി കാണുന്നത് ഇൻഫൻസിലായിരിക്കും, അതായത് ലെസ് ദാൻ 1 year ഓൾഡ് ഉള്ള കുട്ടികളിലായിരിക്കും കാണുന്നത്. ഇനി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്യുവർ റെഡ് സെൽ അപ്ലേഷ്യ, അതായത് RBCs കുറവായിരിക്കും, പക്ഷേ നോർമൽ ആയിട്ടുള്ള WBCസും പ്ലേറ്റ്ലെറ്റ്സും കാണും. ഇനി റെട്ടിക്കുലോസൈറ്റോപീനിയ വിത്ത് മാക്രോസൈറ്റിക് അനീമിയ. ഇത്രയാണ് ഡയമണ്ട് ബ്ലാക്ക് ഫാൻ അനീമിയയിൽ കാണുന്നത്. അനീമിയ മൈലോപ്തിസിക് അനീമിയ, അതായത് മൈലോപ്തിസിക് അല്ലെങ്കിൽ മാരോ റീപ്ലേസ്മെൻറ്റ് അനീമിയ. ഇനി ഇതിൻ്റെ കോസസ് പറയാം. ഹൈപ്പോ പ്രോലിഫറേറ്റീവ് അനീമിയ കോസ്ഡ് ബൈ റീപ്ലേസ്മെൻറ്റ് ഓഫ് ബോൺ മാരോ ഹെമറ്റോപോയറ്റിക് സെൽസ് ബൈ മാലിഗ്നൻറ്റ് സെൽസ് ഓർ ഫൈബ്രോട്ടിക് ടിഷ്യൂ. അതായത് നമ്മുടെ ബോൺ മാരോയിലാണ് റെഡ് സെൽ പ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് നമുക്കറിയാം. ഈ ബോൺ മാരോയുടെ റെഡ് സെൽ പ്രൊഡക്ഷൻ കുറയുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോൺ മാരോയിനെ റീപ്ലേസ് ചെയ്തിട്ട് അബ്നോർമലൈസുള്ള മാലിഗ്നൻ്റ് ആയിട്ടുള്ള സെൽസ് വരും, അല്ലെങ്കിൽ ഫൈബ്രോട്ടിക് ടിഷ്യൂസ് ഫൈബ്രോസിസ് ഉണ്ടാവും. റിലേറ്റഡ് വിത്ത് ക്യാൻസേഴ്സ്, അതായത് ബ്രസ്റ്റ്,
പ്രോസ്ട്രേറ്റ്, ലങ്, മെലനോമ ഇതിനെല്ലാം ക്യാൻസേഴ്സ് ഉണ്ടാവും വിത്ത് ബോൺ മെറ്റാസ്റ്റാസിസ്. ബോൺ മെറ്റാസ്റ്റാസിസ് എന്താ? ക്യാൻസർ സെൽസ് അതിൻ്റെ പ്രൈമറി സൈറ്റിൽ നിന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബോണിലോട്ട് വരുന്ന കണ്ടീഷനാണ് മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. ലബോറട്ടറി ഫൈൻഡിങ്സ് നോക്കിയാൽ നോർമോസൈറ്റിക് നോർമോക്രോമിക് അനീമിയ ആയിരിക്കും. ലൂക്കോ എറിത്രോബ്ലാസ്റ്റിക് ബ്ലഡ് പിക്ചർ ആയിരിക്കും കാണുന്നത്. ലൂക്കോ എറിത്രോബ്ലാസ്റ്റിക് ബ്ലഡ് പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മച്ചുവർ ആയിട്ടുള്ള WBCs കാണും, ന്യൂക്ലിയേറ്റഡ് RBCs കാണും. യൂഷ്വലി ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ബോൺ മാരോ സ്ട്രെസ് അല്ലെങ്കിൽ ഇൻഫിൽട്രേഷൻ ഓർ സിവിയർ ഡിസീസിനെയാണിത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത്രയാണ് മൈലോപ്തിസിക് അനീമിയയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ബ്ലഡ് ലോസ് അനീമിയ. ബ്ലഡ് ലോസ് അനീമിയ 2 ടൈപ്സ് ഉണ്ട്. അക്യൂട്ട് ബ്ലഡ് ലോസ് അനീമിയ ഉണ്ട്, ക്രോണിക് ബ്ലഡ് ലോസ് അനീമിയ ഉണ്ട്. അക്യൂട്ട് ബ്ലഡ് ലോസ് അനീമിയ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറൈസ്ഡ് ബൈ സഡൻ ലോസ് ഓഫ് ബ്ലഡ്. ആ വാക്കിൽ തന്നെ ഉണ്ട്. സഡൻ ആയിട്ട് ഒരു ട്രോമ അല്ലെങ്കിൽ ഒരു സിവിയർ ഇഞ്ചുറി മൂലം നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ലോസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന അനീമിയാണ് അക്യൂട്ട് ബ്ലഡ് ലോസ് അനീമിയ. ഇതിൻ്റെ ക്ലിനിക്കൽ സിംറ്റംസ് പറഞ്ഞാൽ ഹൈപ്പോവോളീമിയ, ബ്ലഡിൻ്റെ വോളിയം കുറയും, റാപ്പിഡ് പൾസ് ഉണ്ടാവും, ലോ ബ്ലഡ് പ്രഷർ ഉണ്ടാവും, പാലർ ഉണ്ടാവും. ഇനി ലബോറട്ടറി ഫൈൻഡിങ്സിൽ നോർമോസൈറ്റിക് നോർമോക്രോമിക് അനീമിയ ആയിരിക്കും. ഇനിഷ്യലി എല്ലാം നോർമലായിരിക്കും. റെട്ടിക്കുലോസൈറ്റ് കൗണ്ട് നോർമലായിരിക്കും, ഹീമോഗ്ലോബിൻ നോർമലായിരിക്കും, ഹെമറ്റോക്രിറ്റ് നോർമലായിരിക്കും. പക്ഷെ കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോഴത്തേക്ക് പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ടും WBCസിൻ്റെ കൗണ്ടും കൂടും. WBCs വിത്ത് ഷിഫ്റ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും. ഷിഫ്റ്റ് ടു ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മച്ചുവർ ആയിട്ടുള്ള WBCs ആയിരിക്കും പെരിഫറൽ സ്മിയറിൽ കാണാൻ കഴിയുന്നത്. ഇനി ഹീമോഗ്ലോബിനും ഹെമറ്റോക്രിറ്റും RBCസിൻ്റെയും കൗണ്ട് കുറയും. റെട്ടിക്കുലോസൈറ്റോസിസ് ഇൻ 3 to 5 days. 3 to 5 ഡേയ്സിൽ റെട്ടിക്കുലോസൈറ്റിൻ്റെ കൗണ്ടും കൂടുതലായിരിക്കും. ഇത്രയാണ് അക്യൂട്ട് ബ്ലഡ് ലോസ് അനീമിയ. ഇനി ക്രോണിക് ബ്ലഡ് ലോസ് അനീമിയ എന്ന് പറഞ്ഞാൽ ക്യാരക്ടറൈസ്ഡ് ബൈ ഗ്രാജുവൽ ലോങ് ടേം ലോസ് ഓഫ് ബ്ലഡ്. അതായത് ഒരുപാട് നാളുകളായിട്ട് ശരീരത്തിൽ നിന്ന് ബ്ലഡ് നഷ്ടപ്പെടുന്ന അവസ്ഥ. നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ബ്ലീഡിങ് പറയാം. അതാണ് ക്രോണിക് ബ്ലഡ് ലോസ് അനീമിയ. ഇതിൻ്റെ ലബോറട്ടറി ഫൈൻഡിങ്സ് ഇനിഷ്യലി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നോർമോസൈറ്റിക് നോർമോക്രോമിക് അനീമിയ ആയിരിക്കും. പക്ഷേ ടൈം കഴിയുന്നതോടുകൂടി ഹീമോഗ്ലോബിനും ഹെമറ്റോക്രിറ്റും കുറയും. ഗ്രാജുവലായിട്ട് ബ്ലഡ് ലോസ് ചെയ്യുന്നത് പോലെ തന്നെ ഗ്രാജുവലായിട്ട് അയണും ലോസ് ചെയ്യും. അതുകൊണ്ട് അയൺ ലോസ് ആവുന്നത് മൂലം മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ ആയിട്ട് മാറും. ഇത് നമ്മൾ പഠിക്കുന്നതൊരു ഹെഡിങ് ആയിട്ട് നമുക്ക് പറയാം ഹീമോളിറ്റിക് അനീമിയാസ് ഡ്യൂ ടു ഇൻട്രിൻസിക് ഡിഫക്ട്സ്. ഇതിൽ ഒരു 8 ടൈപ്പ് ഓഫ് അനീമിയ ഉണ്ട്. ഫസ്റ്റ് വൺ ഹെറിഡിറ്ററി സ്ഫീറോസൈറ്റോസിസ്, ഹെറിഡിറ്ററി എലിപ്റ്റോസൈറ്റോസിസ്, ഹെറിഡിറ്ററി സ്റ്റൊമാറ്റോസൈറ്റോസിസ്, ഹെറിഡിറ്ററി അക്കാന്തോസൈറ്റോസിസ്, G6PD ഡെഫിഷ്യൻസി, പൈറുവേറ്റ് കൈനേസ് ഡെഫിഷ്യൻസി. ദ ലാസ്റ്റ് വൺ ഈസ് പെറോക്സിമൽ നൊക്ടൂണൽ ഹീമോഗ്ലോബിനൂറിയ. ഈ 8 എണ്ണമാണ് ഹീമോളിറ്റിക് അനീമിയാസ് ഡ്യൂ ടു ഇൻട്രിൻസിക് ഡിഫക്റ്റിൽ വരുന്നത്. ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ചും പഠിക്കാം. ഇൻട്രിൻസിക് ഡിഫക്റ്റ് കൊണ്ടുണ്ടാവുന്ന ഹീമോളിറ്റിക് അനീമിയാസ് ആണ് ഇത്രയും. ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. Next one, hereditary spherocytosis. Hereditary spherocytosis is a genetic disorder of red blood cells causing hemolytic anemia due to defective RBC membranes. അതായത് RBCസിൻ്റെ മെംബ്രെയിനിലുണ്ടാവുന്ന ഡിഫക്റ്റ് മൂലം ഹീമോലീസിസ് ഉണ്ടാവുന്നതിനാണ് ഹെറിഡിറ്ററി സ്ഫീറോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഇനി ഈ മെംബ്രെയിന് ഡിഫക്റ്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇറ്റ്സ് ആൻ ഓട്ടോസോമൽ ഡോമിനൻ്റ്. ഓട്ടോസോമൽ ഡോമിനൻ്റ് എന്താ? സെക്സ് ക്രോമസോം അല്ലാത്ത ക്രോമസോംസിനെ പറയുന്ന പേരാണ് ഓട്ടോസോംസ്. അതായത് പേരൻസിൽ നിന്ന് ഒരു ഡിഫക്റ്റീവായിട്ടുള്ള ഒരു ക്രോമസോം ഓഫ് സ്പ്രിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ഡിഫക്റ്റീവായിട്ടുള്ള ഓട്ടോസോമിൻ്റെ ക്യാരക്ടറായിരിക്കും കൂടുതലായിട്ട് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതുമൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഹെറിഡിറ്ററി സ്ഫീറോസൈറ്റോസിസ്. ഇതിൽ വരുന്നത് RBCസിൻ്റെ മെംബ്രെയിൻ ആയിരിക്കും ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ഇനി ക്യാരക്ടറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്പ്ലീനോമെഗാലി, സ്പ്ലീനിൻ്റെ എൻലാർജ്മെൻറ്റ്, വേബിൾ ഡിഗ്രി ഓഫ് അനീമിയ. പെരിഫറൽ സ്മിയർ നോക്കിയാൽ അതിനകത്ത് നമുക്ക് സ്ഫീറോസൈറ്റ്സിനെ ആയിരിക്കും കാണാൻ പറ്റുന്നത്. സ്ഫീറോസൈറ്റ്സ് എന്താ? സ്ഫെറിക്കൽ ഷേപ്പിലുള്ള RBCs. നമുക്കറിയാം RBCs ഒരു ബൈകോൺകേവ് ഡിസ്ക് ആയിരിക്കും നോർമലി. സ്ഫീറോസൈറ്റോസിസിൽ വരുമ്പം സ്ഫെറിക്കൽ ഷേപ്പായിരിക്കും RBCs. ഇനി ഇൻക്രീസ്ഡ് പെർമിബിലിറ്റി ഓഫ് ദ മെംബ്രെയിൻ ടു സോഡിയത്തിനോടുള്ള മെംബ്രെയിൻ്റെ പെർമിബിലിറ്റി കൂടുതലായിരിക്കും. ഇതിൻ്റെ ഫലമായിട്ട് റിസൾട്ട്സ് ഇൻ ലോസ് ഓഫ് മെംബ്രെയിൻ ഫ്രാഗ്മെൻറ്റ്സ്. എറിത്രോസൈറ്റ്സ് ഹാവ് ഡിക്രീസ്ഡ് സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ. ഇനി ഇറിജിഡ് ആയിട്ടുള്ള സ്ഫീറോസൈറ്റ്സ് റിമൂവ് ചെയ്യുന്നത് സ്പ്ലീനിക് മാക്രോഫേജസ് വെച്ചിട്ടായിരിക്കും. ലബോറട്ടറി ഫൈൻഡിങ്സിൽ നമുക്ക് പ്രധാനമായിട്ടും ആ വാക്കിൽ തന്നെയുണ്ട് സ്ഫീറോസൈറ്റ്സ് കാണാം. MCHC മേ ബി
ഗ്രേറ്റർ ദാൻ 37 gram per DL ആയിരിക്കും. MCHCയുടെ നോർമൽ വാല്യൂ എത്രയാണ്? 32 to 36 gram per DL ആയിരിക്കും. ഹെറിഡിറ്ററി സ്ഫീറോസൈറ്റോസിസിൽ MCHC ഗ്രേറ്റർ ദാൻ 37 ആയിരിക്കും. ഇൻക്രീസ്ഡ് ഓസ്മോട്ടിക് ഫ്രാജിലിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് സിറം ബിൽറുബിനും ഉണ്ടാവും. നെക്സ്റ്റ് ഹെറിഡിറ്ററി എലിപ്റ്റോസൈറ്റോസിസ്, ഒവാലോസൈറ്റോസിസ് എന്ന് നമുക്ക് പറയാം. ഇതും ഒരു ഓട്ടോസോമൽ ഡൊമിനൻ്റ് ആയിട്ടുള്ള ഒരു അനീമിക് കണ്ടീഷനാണ്. മോസ്റ്റ് പേഴ്സൺസും അസിംറ്റമാറ്റിക് ആയിരിക്കും. എന്തുകൊണ്ടെന്നാൽ അവരുടെ RBCസിൻ്റെ ലൈഫ് സ്പാൻ നോർമൽ ആയിരിക്കും. അവരുടെ പെരിഫറൽ ബ്ലഡ് സ്മിയർ നോക്കിക്കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 25% എന്തായിരിക്കും? ഒവാലോസൈറ്റ്സ് ആയിരിക്കും. അതായത് ഓവൽ ഷേപ്പിലുള്ള RBCs ആയിരിക്കും. ഇനി ഈ മെംബ്രെയിൻ ഡിഫക്റ്റ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പോളറൈസേഷൻ ഓഫ് ദ കൊളസ്ട്രോൾ അറ്റ് ദി എൻഡ് ഓഫ് ദ സെൽ റാദർ ദാൻ ദ അറൗണ്ട് പാലർ ഏരിയ. അതായത് കൊളസ്ട്രോൾ വന്നിട്ട് കൊളസ്ട്രോളിൻ്റെ പോളറൈസേഷൻ മൂലം ആണ് ഇതിന് ഒരു ഓവൽ ഷേപ്പ് കിട്ടുന്നത്. ഇനി ഓവൽ ഷേപ്പ് ഡ്യൂ ടു ഡിഫക്റ്റ് ഇൻ മെംബ്രെയിൻ പ്രോട്ടീൻസ്, RBCസിൻ്റെ മെംബ്രെയിൻ പ്രോട്ടീൻസിലുള്ള ഡിഫക്റ്റ് മൂലമാണ് ഇതിനൊരു ഓവൽ ഷേപ്പ് കിട്ടുന്നത്. ഇനി മെംബ്രെയിൻ പ്രോട്ടീൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെക്ട്രിൻ ഓർ പ്രോട്ടീൻ 4.1, ഈ രണ്ട് പ്രോട്ടീൻസിൻ്റെയും ഡിഫക്റ്റ് മൂലമാണ് ഓവൽ ഷേപ്പിലുള്ള RBCസിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാം ഹെറിഡിറ്ററി സ്റ്റൊമാറ്റോസൈറ്റോസിസ്. സ്റ്റൊമാറ്റോസൈറ്റോസിസ് എന്ന് പറയുന്ന ആ വാക്കിൽ തന്നെ എന്തായിരിക്കും? നമുക്ക് RBCസിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? സ്റ്റൊമാറ്റോസൈറ്റ് ആയിരിക്കും. ഇനി സ്റ്റൊമാറ്റോസൈറ്റ് RBCസിനെ എങ്ങനെ നമുക്ക് പറയാം? മൗത്ത് ഷേപ്ഡ് അല്ലെങ്കിൽ സ്റ്റോമ ഷേപ്ഡ് ഏരിയ ഓഫ് സെൻട്രൽ പാലർ ആയിരിക്കും. RBCസിൻ്റെ സെൻട്രൽ പാലറിലെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു മൗത്തിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റോമയുടെ ഷേപ്പ് ആയിരിക്കും. യൂഷ്വലി ഉള്ള ബൈക്കോൺകേവിൻ്റെ ഷേപ്പ് ആയിരിക്കില്ല. ഇതും ഒരു ഓട്ടോസോമൽ ഡൊമിനൻ്റ് ആയിട്ടുള്ള ഡിസോർഡറാണ്. വേരിയബിൾ ഡിഗ്രി ഓഫ് അനീമിയ, അതായത് ഒരു 50% ഓഫ് സ്റ്റൊമാറ്റോസൈറ്റ്സ് ആയിരിക്കും നമുക്കൊരു ബ്ലഡ് സ്മിയറിൽ കാണാൻ കഴിയുന്നത്. മെംബ്രെയിൻ ഡിഫക്റ്റ് ഡ്യൂ ടു അബ്നോർമൽ പെർമബിലിറ്റി ഓഫ് ബോത്ത് സോഡിയം ആൻഡ് പൊട്ടാസ്യം. നമ്മൾ ഹെറിഡിറ്ററി സ്ഫീറോസൈറ്റോസിസിൽ സോഡിയമാണ് പറഞ്ഞതെങ്കിൽ ഹെറിഡിറ്ററി സ്റ്റൊമാറ്റോസൈറ്റോസിസിൽ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും പെർമിബിലിറ്റി അബ്നോർമൽ ആയിരിക്കും. അതുമൂലം എന്തുണ്ടാവും? എറിത്രോസൈറ്റ് സ്വെല്ലിംഗ് ഉണ്ടാവും. ഹെറിഡിറ്ററി അക്കാന്തോസൈറ്റോസിസ്, A-ബീറ്റ ലിപ്പോപ്രോട്ടീനീമിയ എന്ന് നമുക്ക് പറയാം. ആ വാക്കിൽ തന്നെയുണ്ട്. ഈ കണ്ടീഷനിൽ RBCs എന്ത് ഫോമിലായിരിക്കും? എക്കാന്തോസൈറ്റ്സ് ആയിരിക്കും. അതായത് ഇറഗുലർ ആയിട്ടുള്ള തോൺ ലൈക്ക് പ്രൊജക്ഷൻസ് ആയിരിക്കും RBCസിൻ്റെ ഷേപ്പ്. ഇനി ഇതൊരു ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ്. മൈൽഡ് ആയിട്ടുള്ള അനീമിയ ആയിരിക്കും അസോസിയേറ്റഡ് വിത്ത് സ്റ്റിയറ്റോറിയ. എന്താ? അബ്നോർമലായിട്ട് സ്റ്റൂളിൽ കൂടി ലാർജ് എമൗണ്ട് ഓഫ് ഫാറ്റ്സ് എക്സ്ക്രീറ്റ് ചെയ്യുന്ന അവസ്ഥയാണ് സ്റ്റിയറ്റോറിയ എന്ന് പറയുന്നത്. ഇനി ന്യൂറോളജിക്കൽ ആൻഡ് റെറ്റിനൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാവും. ഇവരുടെ ബ്ലഡ് പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ 50 to 100% ഓഫ് ദ എറിത്രോസൈറ്റ്സും അക്കാന്തോസൈറ്റ്സ് ആയിരിക്കും. ഇനി ഇൻക്രീസ്ഡ് കൊളസ്ട്രോൾ ലെസിത്തിൻ റേഷ്യോ ആയിരിക്കും ഇവരിൽ കാണുന്നത്. നോർമലായിട്ടുള്ള കൊളസ്ട്രോൾ ലെസിത്തിൻ റേഷ്യോ എന്ന് പറയുന്നത് <0.5 ആയിരിക്കും. ഇനി ഇതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഡ്യൂ ടു അബ്നോർമൽ പ്ലാസ്മ ലിപ്പിഡ് കോൺസെൻട്രേഷൻസ്, ആബ്സെൻസ് ഓഫ് സിറം ബീറ്റ ലിപ്പോ പ്രോട്ടീൻസ്. അബ്നോർമൽ പ്ലാസ്മ ലിപ്പിഡ് കോൺസെൻട്രേഷൻസും സിറത്തിലുള്ള ബീറ്റ ലിപ്പോ പ്രോട്ടീനിൻ്റെ ആബ്സെൻസും കൊണ്ടാണ് ഈ റേഷ്യോ കൂടുന്നത്. സിറം ബീറ്റ ലിപ്പോ പ്രോട്ടീൻ നമുക്കറിയാം ലിപ്പിഡ്സിൻ്റെ ട്രാൻസ്പോർട്ടിന് ആവശ്യമായിട്ടുള്ളതാണ് സിറം ബീറ്റ ലിപ്പോ പ്രോട്ടീൻ. നെക്സ്റ്റ് G6PD ഡെഫിഷ്യൻസി. G6PD എന്താ? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജിനേസ് ഡെഫിഷ്യൻസി. ഇതൊരു സെക്സ് ലിങ്ക്ഡ് എൻസൈം ഡിഫക്റ്റ് ആണ്. മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്നത് അഫക്റ്റ് ചെയ്യണത് HMP പാത്വേ ആണ്. HMP എന്താ? ഹെക്സോസ് മോണോഫോസ്ഫേറ്റ് ഷൻ പാത്വേ. HMP പാത്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിനെ മെറ്റബലൈസ് ചെയ്യുന്ന പാത്വേ ആണ് HMP പാത്വേ. ഇതിൽ നമ്മൾ ATPസിനെ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല, പകരം NADPHും റൈബോസ് 5 ഫോസ്ഫേറ്റും ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ശരീരത്തിൽ NADPHൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂട്ടാത്തയോൺ ലെവൽസിനെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് NADPHൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആവശ്യത്തിൽ നമുക്ക് NADPH നമ്മുടെ ശരീരത്തിൽ കിട്ടാതെ വരുമ്പോൾ അത് നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ ഓക്സിഡേഷനെ അഫക്റ്റ് ചെയ്യും. ഈ ഹീമോഗ്ലോബിൻ ഓക്സിഡൈസ് ചെയ്യാതെ വരുമ്പം അത് മെത്ത് ഹീമോഗ്ലോബിനായിട്ട് കൺവേർട്ട് ചെയ്യും, അതായത് Fe3+ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇത് ഡീനേച്ചർ ചെയ്തിട്ട് ഹീൻസ് ബോഡീസ് ഉണ്ടാവും. ഹീൻസ് ബോഡീസ് എന്താ? ഇൻക്ലൂഷൻ ഇൻ RBCs കമ്പോസ്ഡ് ഓഫ് ഡീനാച്ചുർഡ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ
ഡീനേച്ചർ ചെയ്തിട്ട് RBCസിനുള്ളിൽ കാണപ്പെടുന്ന ഒരു ഇൻക്ലൂഷൻ ബോഡീസിനെയാണ് പറയുന്നത് ഹീൻസ് ബോഡീസ് എന്ന്. യൂഷ്വലി നോട്ട് അനീമിക് അണ്ടിൽ ഓക്സിഡേറ്റീവ്ലി ചലഞ്ച്ഡ്. പ്രൈമാക്വിൻ ആൻഡ് സൾഫ ഡ്രഗ്സ് ആണ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത്. ദെൻ സിവിയർ ഹീമോളിറ്റിക് അനീമിയ വിത്ത് റെട്ടിക്കുലോസൈറ്റോസിസ്. നെക്സ്റ്റ് പൈറുവേറ്റ് കൈനേസ് ഡെഫിഷ്യൻസി or PK deficiency. It's an autosomal recessive. Autosomal recessive ആണിതും. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള എൻസൈം ഡെഫിഷ്യൻസി വരുന്നത് ഏതിലായിരിക്കും? എംബഡൻ മേയർഹോഫ് പാത്വേയിലായിരിക്കും. എംബഡൻ മേയർഹോഫ് പാത്വേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെറ്റബോളിക് പാത്വേ ദാറ്റ് കൺവേർട്സ് ഗ്ലൂക്കോസ് ടു പൈറുവേറ്റ്. ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് ആക്കി മാറ്റും. എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും? ATP ആൻഡ് NADH പ്രൊഡ്യൂസ് ചെയ്യും. ഇത് നടക്കുന്നത് സെൽസിൻ്റെ സൈറ്റോപ്ലാസത്തിലായിരിക്കും. എംബഡൻ മേയർഹോഫ് പാത്വേയിലുള്ള എൻസൈം ഡെഫിഷ്യൻസി കൊണ്ടാണ് പൈറുവേറ്റ് കൈനേസ് ഡെഫിഷ്യൻസി അനീമിയ നമുക്കുണ്ടാവുന്നത്. ഇനി ഇതിൻ്റെ ഫലമായിട്ട് ലാക്ക് ഓഫ് ATPs ഉണ്ടാവും. ATPs പ്രൊഡ്യൂസ് ചെയ്യാതെ വരും. അപ്പോൾ എന്ത് പറ്റും? ഇമ്പയർമെൻറ്റ് ഓഫ് ദ കാറ്റയോൺ പമ്പ്, അതായത് ഇൻട്രാ സെല്ലുലാർ സെല്ലിനകത്തേക്കും പുറത്തേക്കും പോകുന്ന സോഡിയം പൊട്ടാസ്യം ലെവൽസിനെ കൺട്രോൾ ചെയ്യുന്ന കാറ്റയോൺ പമ്പിൻ്റെ കൺട്രോളിന് എന്ത് പറ്റും? ഇമ്പയർമെൻറ്റ് സംഭവിക്കും. ഇതിൻ്റെ ഫലമായിട്ട് എങ്ങനെയാണ് നമ്മൾ RBCസിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിക്രീസ്ഡ് എറിത്രോസൈറ്റ് ഡീഫോമബിലിറ്റി റെഡ്യൂസസ് ദെയർ ലൈഫ് സ്പാൻ. RBCസിന് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി നഷ്ടമാവും. അപ്പോൾ അതിന് സ്മോൾ ക്യാപ്പിലറീസിലൂടെ സഞ്ചരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ലൈഫ് സ്പാനിനത് കുറവുണ്ടാവും. ഇനി സിവിയർ ആയിട്ടുള്ള ഹീമോളിറ്റിക് അനീമിയ ഉണ്ടാവും വിത്ത് റെട്ടിക്കുലോസൈറ്റോസിസ് ആൻഡ് എക്കൈനോസൈറ്റ്സ്. എക്കൈനോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ ആയിട്ടുള്ള സ്പൈക്കി പ്രൊജക്ഷൻസ് ഉള്ള RBCസിനെയാണ് പറയുന്നത് എക്കൈനോസൈറ്റ്സ് എന്ന്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാം പാരോക്സിമൽ നൊക്ടൂണൽ ഹീമോഗ്ലോബിനൂറിയ PNH. പാരോക്സിമൽ എന്ന് പറയുന്നതിൻ്റെ മീനിങ് സഡൻ ഓൺസെറ്റ് ആണ്. നൊക്ടൂണൽ മീൻസ് നൈറ്റ്. ഹീമോഗ്ലോബിനൂറിയ മീൻസ് പാസിംഗ് ഹീമോഗ്ലോബിൻ ത്രൂ യൂറിൻ. പാരോക്സിമൽ നൊക്ടൂണൽ ഹീമോഗ്ലോബിനൂറിയ. ഇറ്റ്സ് ആൻ അക്വയർഡ് മെംബ്രെയിൻ ഡിഫക്റ്റ്. അതായത് ആഫ്റ്റർ ബർത്ത് നമുക്ക് കിട്ടുന്ന ഒരു മെംബ്രെയിൻ ഡിഫക്റ്റാണ്. ഈ മെംബ്രെയിൻ ഡിഫക്റ്റ് സംഭവിക്കുന്ന റെഡ് സെൽസിന് നോർമലായിട്ടുള്ള എറിത്രോസൈറ്റ്സിനെക്കാളും ഇൻക്രീസ്ഡ് സെൻസിറ്റിവിറ്റി ഉണ്ടായിരിക്കും. എന്തിനോട്? കോംപ്ലിമെൻറ്റ് ബൈൻഡിങ്ങിനോട്. കോംപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്രോട്ടീൻസ് ആണ്. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ കാണുന്ന സം കൈൻഡ് ഓഫ് പ്രോട്ടീൻസ്. ഈ പ്രോട്ടീൻസുമായിട്ട് ബൈൻഡ് ചെയ്യാൻ ഒരു ഇൻക്രീസ്ഡ് സെൻസിറ്റിവിറ്റി കാണിക്കും ഈ തരത്തിലുള്ള റെഡ് സെൽസിന്. അതുമൂലം ലൈസിസ് ഉണ്ടാവും. ഇനി ഇതിൻ്റെ എറ്റിയോളജി കോസ് എന്ന് പറയുന്നത് എപ്പോഴും അൺനോൺ ആയിരിക്കും. ഇങ്ങനെ കോംപ്ലിമെൻറ്റ് ബൈൻഡിങ്ങിന് ഇൻക്രീസ്ഡ് സെൻസിറ്റിവിറ്റി ഉള്ള ഈ ഡിഫക്റ്റീവ് ആയിട്ടുള്ള RBCസിന് എന്ത് സംഭവിക്കും? ലൈസിസ് സംഭവിക്കും. പിന്നെ എങ്ങനെ ക്യാരക്ടറൈസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ പാൻസൈറ്റോപീനിയ നമ്മൾ നേരത്തെ പഠിച്ചു. പാൻസൈറ്റോപീനിയ, ക്രോണിക് ഇൻട്രാവാസ്കുലാർ ഹീമോളിസിസ്. ക്രോണിക് ഇൻട്രാവാസ്കുലാർ ഹീമോളിസിസ് എന്താ? RBCs കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് വെസൽസിൽ വെച്ച് തന്നെ ഡിസ്ട്രോയിഡ് ആയിപ്പോവും. ഒരുപാട് കാലത്തേക്ക് ഇങ്ങനെ സംഭവിക്കും. കോസസ് ഹീമോഗ്ലോബിനൂറിയ ആൻഡ് ഹീമോസിഡർനൂറിയ. ഹീമോഗ്ലോബിനൂറിയ നമ്മൾ പഠിച്ചു. ഹീമോഗ്ലോബിൻ യൂറിനിലൂടെ പാസ് ചെയ്യുന്ന അവസ്ഥ. ഹീമോസിഡർനൂറിയ എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് അയൺ ഇൻ യൂറിൻ അറ്റ് ആൻ ആസിഡ് pH അറ്റ് നൈറ്റ്. ഇതെല്ലാം നടക്കുന്നത് എപ്പോഴായിരിക്കും? നൈറ്റിലായിരിക്കും, ഒരു ആസിഡ് pHലായിരിക്കും. ഇനി PNHൻ്റെ കേസിൽ LAP സ്കോർ കുറവായിരിക്കും. LAP സ്കോർ എന്താ? അതായത് ന്യൂട്രോഫിൽസിലുള്ള ആൽക്കലൈൻ ഫോസ്ഫേറ്റേസിൻ്റെ എമൗണ്ട്, അതിനെയാണ് LAP സ്കോർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ഒരു ഹൈ WBC കൗണ്ട് വരുന്ന സമയത്ത് അതൊരു CML ആണോ, ഒരു ലുക്കീമിക് കണ്ടീഷനാണോ, അല്ലെങ്കിൽ ലുക്കുമോയിഡ് റിയാക്ഷൻ ആണോ എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് നമ്മൾ LAP സ്കോർ യൂസ് ചെയ്യുന്നത്. അതായത് ലോ LAP സ്കോർ ആണെങ്കിൽ അത് CML ആയിരിക്കും, ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ ആണെന്ന് നമുക്ക് പറയാം. ഹൈ LAP സ്കോർ ആണെന്നുണ്ടെങ്കിൽ ലുക്കുമോയിഡ് റിയാക്ഷൻ ആയിരിക്കും. ഇൻഫെക്ഷൻസ് കൊണ്ടാവാം, സ്ട്രെസ്സ്, പ്രഗ്നൻസി, ഈ കാരണങ്ങൾ കൊണ്ടുണ്ടാവാം ഹൈ LAP സ്കോർ. PNHൻ്റെ ഡയഗ്നോസിസിന് നമ്മൾ മുൻപ് ട്രഡീഷണലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടെസ്റ്റാണ് ഹാംസ് ആൻഡ് ഷുഗർ വാട്ടർ ടെസ്റ്റ്. പക്ഷേ ഇപ്പോൾ അത് മാറി ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫ്ലോ സൈറ്റോമെട്രിയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഫ്ലോ സൈറ്റോമെട്രിയിൽ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഡെഫിഷ്യൻസീസ് ഓഫ് സർഫസ് എക്സ്പ്രഷൻസ് ഓഫ് ഗ്ലൈക്കോസൈൽ ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ, അതായത് GPA ലിങ്ക്ഡ് പ്രോട്ടീൻസ് ആയിട്ടുള്ള CD55ൻ്റെയും CD59ൻ്റെയും ഡെഫിഷ്യൻസിന് ആണ് നമ്മൾ കണ്ടുപിടിക്കുക. ഇത്രയായിട്ട് നമ്മുടെ അനീമിയയുടെ സെക്കൻഡ് പാർട്ട് അവസാനിച്ചു, കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു വീഡിയോയും കൂടിയുണ്ട്, തേർഡ് പാർട്ട്. അപ്പോഴാണ് നമ്മൾ അനീമിയ കംപ്ലീറ്റ്ലി പഠിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക്